ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ദുബായ് ചോക്ലേറ്റ് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു. അവിടെ ഇങ്ങനെ സ്ട്രോബെറീസിൽ പിസ്താഷ്യൂവിൻ്റെ സോസും ചോക്ലേറ്റും പിന്നെ ഇങ്ങനെ കുനാഫ പോലെ ഇങ്ങനെ ദുബായ് ചോക്ലേറ്റ് കുനാഫ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഒരു ബോൾ വാങ്ങിച്ചു. ഇങ്ങനെ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ സ്ട്രോബെറിയുടെ പുളിപ്പും ഇങ്ങനെ ക്രഞ്ചി പാട്ടും ചോക്ലേറ്റും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. കണ്ടോ, ഇങ്ങനെ ചോക്ലേറ്റും പിസ്താഷ്യോയും സ്ട്രോബെറിയും പിന്നെ ആ കുനാഫ പോലത്തെ ആ സാധനമില്ലേ, അതും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ആഗാ ജ്യൂസിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കുഞ്ഞു ഓക്കെ ആണോ എന്നറിയാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുവിൻ്റെ ഫേവറേറ്റ് ആളുമായിട്ടാണ് അവളിങ്ങനെ അവിടെ ഹാങ് ഔട്ട് ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഭയങ്കര ജോളിയായിട്ട് അവിടെ പാർക്കിലൊക്കെ പോയി ഇങ്ങനെ അടിച്ചു പൊളിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിതുവരെ ഇങ്ങനെ ഇവിടുത്തെ ഒരു ജ്യൂസ് പ്ലേസിൽ വന്നിട്ടില്ല. നല്ല പ്ലേസായിരുന്നു കേട്ടോ. കുറേ ഫ്രഷ് ജ്യൂസ് അങ്ങനെയൊക്കെ. യൂഷ്വലി ഇവിടെ അങ്ങനെ ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന സ്ഥലം കുറവാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഫ്രഷ് ജ്യൂസ് കിട്ടും. നാട്ടിലെ പോലെയാണ്, ഇവിടെയും കിട്ടും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് ഓറഞ്ച് ജ്യൂസായിരുന്നു. ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് ആപ്പിൾ സെലറി ജ്യൂസായിരുന്നു. പിന്നെ നമ്മൾ കുഞ്ഞുവിനും എൻ്റെ ഫ്രണ്ടിനും ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ജ്യൂസ് കുടിക്കുമ്പോൾ ഭയങ്കര റിഫ്രഷായ ഒരു ഫീലായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് നമ്മുടെ കലാപരിപാടികൾ നമ്മൾ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇറങ്ങി. അതുകൊണ്ട് കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.